ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിനി. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 നവംബറിലാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. നവംബർ ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും തീർത്ഥാടന ഉടമ്പടി എടുത്ത അനുഗ്രഹങ്ങൾക്കും ഞാൻ 2 പ്രാവശ്യം ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങൾക്ക് ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഒരു സത്യമല്ലാത്ത ഒരു കേസായിരുന്നു. ഞാൻ 15ാമത്തെ ഉടമ്പടിയാണ് ഇപ്പോൾ അതിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാറുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾ വന്നാലും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കും, പ്രാർത്ഥിക്കും. തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ കേസ് അവരോട് വാക്കാൽ പറഞ്ഞിട്ട് അവർ മാറുന്നില്ലായിരുന്നു. സത്യമുള്ള ഒരു കേസല്ലായിരുന്നു. അപ്പോൾ പക്ഷേ അത് ഞാൻ ഇവിടെ ആ കോടതിയിൽ നിന്ന് പേപ്പർ ഞാൻ ഇവിടെ വന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി. അമ്മ മാതാവ് പറയുന്ന പോണക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന്. അപ്പം ഞാൻ അച്ഛനെ കാണാനായിട്ട് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബ്രദർ പറയുന്നു കോർട്ടിൽ നിന്ന് പേപ്പർ കിട്ടിയവർ കടന്നു വരാൻ. അപ്പം ഞാൻ കയറി ചെന്നു. എനിക്ക് ടോക്കൺ കിട്ടി. ഞാൻ അച്ഛൻ്റെ കയ്യിൽ ആ പേപ്പർ കൊടുത്തു. അച്ഛൻ ബ്ലസ് ചെയ്തു. പേപ്പർ ടോക്കൺ അച്ഛനൊരു കാശുരൂപം തന്നു. അത് അച്ഛനെ കണ്ട ദിവസം എന്ന് പറയുന്നത് 7/8/2024 പിന്നെ ആ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 2025 ജനുവരി 7 1-ാം ചൊവ്വാഴ്ച 7 എന്ന് പറയുന്ന ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം നടക്കുന്ന ദിവസം. അന്ന് ഞങ്ങളെ കോർട്ടിൽ നിന്ന് വിളിച്ചു. അന്ന് അച്ഛൻ ധ്യാനം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ വചനമെന്ന് പറയുന്നത് ലൂക്കാ 7:7 ശതാധിപൻ്റെ ഭൃത്യനെ സൗഖ്യമാക്കുന്നത് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതിയല്ലോ, എൻ്റെ ഭൃത്യൻ സുഖമാകുമെന്നാണ് ആ ശതാധിപൻ പറഞ്ഞത്. അപ്പോൾ ഞാനും ആ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചു, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി ഞങ്ങളുടെ കേസ് പിൻവലിക്കാൻ. ആ സമയം തന്നെ ആ ദിവസം ആ ധ്യാനം നടന്നപ്പോൾ തന്നെ ആ കേസ് പിൻവലിച്ചു. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ വസ്തു ഇങ്ങനെ ഞങ്ങളുടെ വഴിക്ക് കൂടെ റോഡിനായിട്ട് കൊടുത്തിരുന്നു. ആ റോഡ് അത് ഞങ്ങൾ പറഞ്ഞതിലും അധികമായിട്ട് കുറേ സ്ഥലം അവർ എടുത്തിട്ട് അവിടെ കരിങ്കല്ല് വെച്ച് കെട്ടി. അപ്പോൾ എന്നും ഡെയിലി ബ്രെഡ് ഞാൻ കൂടും. ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛനെപ്പോഴും പറയും ഇന്നത്തെ ദിവസത്തെ ഒപ്പിടുന്നത് നിങ്ങളുടെ യാത്ര എല്ലാം അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ 3 ദിവസം അവർ പറഞ്ഞിട്ടത് കേട്ടില്ല ആൾക്കാർ. അപ്പം ഈ 3 ദിവസം ഞാൻ വിശുദ്ധ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി രാവിലെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞിട്ട് വെളുപ്പിനെ തന്നെ ആ സ്ഥലത്ത് കൊണ്ട് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 3ാമത്തെ ദിവസം അവിടുത്തെ മെയിൻ ആൾക്കാർ വന്നിട്ട് അത് കണ്ടിട്ട് പറഞ്ഞു ഇത് പൊളിച്ചിട്ട് മാറ്റി അവർ നമ്മൾ കൊടുത്ത അത്രയും ആ ഒരു വഴിയിൽ തന്നെ കെട്ടി അവർ വഴിയാക്കണമെന്ന് പറഞ്ഞ് അതും അമ്മമാതാവ് ഇടപെട്ട് സമാധാനപരമായിട്ട് അതും തീർന്നു. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് കുറേ നാളുകളായിട്ട് എൻ്റെ വിരലിലൊരു അരിമ്പാറ പോണക്ക് വിരലിൽ വെള്ളം വീഴുമ്പോഴൊക്കെ അതിങ്ങനെ പഴുത്ത് വരും. അതിങ്ങനെ ഒരു സോപ്പൊക്കെ എടുക്കുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, വർഷങ്ങളായിട്ടുള്ളായിരുന്നു. പിന്നെ കാതിങ്ങനെ ഒരു 6 മാസം കൊണ്ട് ഇങ്ങനെ എപ്പോഴും പഴുകും. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാറാണ്. പക്ഷേ ഞാനിതെല്ലാം ഈ വിശുദ്ധ തൈലവും ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതും എനിക്ക് സൗഖ്യമായി. അങ്ങനെ നിരവധി സൗഖ്യങ്ങളും അമ്മയുടെ ഒരു മാധ്യസ്ഥവും സാന്നിധ്യം എപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട്. എപ്പോഴും ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് 15 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി അമ്മയുടെ സാന്നിധ്യത്തിൽ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി കാശുരൂപവും തൈലവും ഉപ്പും ഞാൻ ഉപയോഗിച്ചാണ് ഏത് കാര്യത്തിനും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ഇറങ്ങുന്നത് തന്നെ വിശുദ്ധ തൈലം പുരട്ടി കാശുരൂപം എടുത്തുകൊണ്ടാണ് ഏത് കാര്യത്തിനും ഞാൻ പോകാറ്. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. അവർക്ക് പേപ്പർ കാശുരൂപം വിശുദ്ധ വസ്തുക്കളൊക്കെയും കൊടുക്കാറുണ്ട്. പിന്നെ പേപ്പറാണെങ്കിൽ ഓരോ മാസവും ഞാനിവിടെ വരും. ഓരോ മാസവും വന്ന് 2 കെട്ട് പേപ്പർ മേടിക്കും. ആ പേപ്പർ മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കുറച്ച് പേപ്പർ എൻ്റെ കയ്യിൽ വെച്ചിരിക്കും ആൾക്കാർ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എന്നാലാകുന്ന സഹായങ്ങൾ അതിന്നല്ല പണ്ട് തൊട്ടേയുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എന്നാലാകുന്ന സഹായങ്ങൾ എപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട്. ബൈബിൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും എന്നാലാകുന്ന പോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഈ സാക്ഷ്യം ഇവിടെ പറയാനായിട്ട് വൈകിയതിനെ ഓർത്ത് അമ്മ മാതാവിനോട് ഈശോയോട് മാപ്പി ചോദിക്കുന്നു. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന ഇനി ഉടമ്പടിയിൽ തന്നെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 145 17 മുതൽ 19 വരെ തിരുവചനങ്ങൾ. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്
ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. മിനി ജെയിംസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാധിച്ചതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അത് ഏറെ നാളായി മുന്നോട്ട് പോകുന്നു, പരിഹാരമില്ലാതെ കിടക്കുന്നു. കൂടുതൽ അയൽപക്ക ഭവനങ്ങൾ തമ്മിൽ ക്ലേശങ്ങൾക്ക് കാരണമാകുന്ന വിധത്തിൽ അത് മാറുകയും ചെയ്യുന്നു. ആ ഒരു പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് അമ്മയുടെ കരങ്ങളിൽ നിയോഗം എഴുതി സമർപ്പിക്കുന്നതും കേസിൻ്റെ ആ ചീട്ടുകളുമായി ജോസഫ് അച്ഛനെ കാണുവാനുള്ള അവസരം ലഭിക്കുന്നതും. നമ്മൾ ഒരു വിഷയം ജോസഫ് അച്ഛൻ്റെ കരങ്ങളിലേക്ക് കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും സത്യമായിട്ടുള്ളതാണെങ്കിൽ, സമർപ്പിക്കുന്ന നമ്മൾ പൂർണ്ണമായും വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അണയുന്നവരാണെങ്കിൽ അമ്മ മാതാവിൻ്റെ വലിയ ഇടപെടലും ഈശോയുടെ സവിശേഷമായ സംരക്ഷണവും നമുക്ക് ആ നിയോഗങ്ങൾക്ക് ലഭിക്കുന്നത് കാണുവാൻ സാധിക്കും. അത് രോഗത്തിൻ്റെ സൗഖ്യമാവട്ടെ, പരീക്ഷയുടെ വിജയമാവട്ടെ, വിദേശത്ത് പോകുവാൻ ഏറെ നാളായി പരിശ്രമിച്ചത് പരാജയപ്പെട്ടത് നേടാൻ സാധിക്കുന്നതാവട്ടെ, കോടതി വ്യവഹാരങ്ങൾക്കുള്ള തീർപ്പാവട്ടെ, ഏത് വിഷയമാണെങ്കിലും അമ്മയുടെ അരികിലേക്ക് കൊടുത്ത് ഈശോയ്ക്കത് സമർപ്പിച്ചു കഴിയുമ്പോൾ അത്ഭുതകരമാം വിധം മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ, അത്ഭുതകരമാം വിധം ന്യായത്തിൻ്റെ ഇടപെടലുകൾ, അത്ഭുതകരമാം വിധം ദൈവികമായ സംരക്ഷണത്തിൽ ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ സ്വതന്ത്രമാക്കുന്ന ദൈവികമായ ശക്തിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സഹോദരി അതാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. അച്ഛനെ കണ്ടു മടങ്ങി തൊട്ടടുത്ത ദിവസം ഞാൻ അവിടെ ചെന്ന് കോടതിയിൽ ഇത് വ്യവഹാരം നടക്കുമ്പോൾ ആ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ആദ്യം പറഞ്ഞ വചനം പോലെ തന്നെ, ആ ഭൃത്യൻ സൗഖ്യപ്പെടുന്ന വചനം കൈമാറിയതുപോലെ തന്നെ ആ കോടതി വ്യവഹാരത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ആ കേസ് ഉപേക്ഷിക്കുകയും നീതി നടപ്പാക്കുകയും അതുവഴി പ്രശ്നങ്ങളും ഭാരവും ലഘൂകരിച്ച് കുടുംബം സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്കെപ്പോഴും നമ്മുടെ ജീവിത വിഷയങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പരിശുദ്ധമ്മ ജീവിത വിഷയങ്ങളെ നിരന്തരം അഡ്രസ്സ് ചെയ്യുന്ന മധ്യസ്ഥയാണെന്ന് നമുക്കറിയാം. അതാണ് കാനായിലെ വിവാഹ വിരുന്നിൻ്റെ പ്രത്യേകത. ഏതൊരു ഇല്ലായ്മയെയും, ഏതൊരു പ്രതിസന്ധിയെയും, ഏതൊരു ജീവിതം ആകുലപ്പെട്ട് തകർന്നു പോകുന്ന അവസ്ഥകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ അടയാളമാണ് കാനായിലെ വിവാഹ വിരുന്നിൽ മകനെ കൊണ്ടുവന്ന് മകൻ്റെ ഇടപെടലിലൂടെ അമ്മ എടുക്കുന്ന ആദ്യത്തെ അടയാളം, അമ്മ നടത്തുന്ന യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമെന്ന് പറയുന്നത്. ഇന്ന് എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളുള്ളത്, തകർച്ചകളുള്ളത്, ഒറ്റപ്പെടലുകളുള്ളത്, പരിഹരിക്കുവാനാവാത്ത വിഷയങ്ങളുള്ളത്, അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മകനെ ഏൽപ്പിച്ചു കൊടുത്ത് കാനായിലെ കുടുംബത്തിൻ്റെ വേദനകൾ അകറ്റിയതുപോലെ, പ്രതിസന്ധി അകറ്റിയതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവിക ഇടപെടലുകൾ നൽകിക്കൊണ്ട് സമാധാനവും സംരക്ഷണവും ഐശ്വര്യവും അനുഗ്രഹവും തരുവാൻ അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കുന്നു. അത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സവിശേഷമാം വിധം സമയ ചുരുക്കത്തിൽ നമുക്ക് അനുവദിച്ചു തരുന്നു. സഞ്ചാരി മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന അമ്മ എവിടെയാണോ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ അരികിൽ ചെന്ന് ആ ജീവിത വിഷയത്തെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി അത് അനുഗ്രഹമാക്കി നേടിത്തരുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ, ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. അവൻ നമുക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു, ഉയർത്തു, സ്വർഗം നേടിത്തന്നുവെന്ന് വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയണം. യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നവർക്ക് അമ്മ യേശുവിലൂടെ അനുഗ്രഹം ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിലും നേടിത്തരുവാൻ കൂടെ ഉണ്ടാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ സഹോദരിക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.